ജേർണലിസ്റ്റിലേക്ക്. ഇറാനെ ആക്രമിക്കാൻ രായ്ക്ക് രാമാനം ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഒമാൻ കടലിൽ നിന്ന് പിന്തിരിഞ്ഞോടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഭയം പ്രാപിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നും അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഒരു കരാർ ഉടൻ ഉണ്ടാകുമെന്നൊക്കെയാണ് ട്രംപ് തട്ടിവിടുന്നത്. ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വെച്ചാണെങ്കിൽ നാളെ, അതായത് 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിക്കേണ്ടതാണ്. പക്ഷേ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യമല്ല നിലനിൽക്കുന്നത്, നേരെ മറിച്ച് യുദ്ധം അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ പറഞ്ഞ നിലപാടിൽ നിന്ന് അവരൊരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ സ്ഥാനപതി ഖിസാം ജലാലി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഒമാനുമായി ചേർന്ന് ഇറാൻ വൈകാതെ ഹോർമുസിൽ ടോൾ പിരിച്ചു തുടങ്ങും എന്നാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു പ്രത്യാഘാതമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു വശത്ത് ട്രംപ് ലോകത്തിന് നൽകുന്ന ഉറപ്പ്, ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്, ഞാൻ പറയുന്നതനുസരിച്ചുള്ള ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഒരു സമാധാന കരാർ ഉടൻ തന്നെ ഉണ്ടാകും, അതിന് തൊട്ടു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് താൻ തന്നെ സ്വതന്ത്രമാക്കി കൊടുക്കും, ആരും ഒന്നും പേടിക്കേണ്ടതില്ല എന്ന മട്ടിലാണ്, ട്രംപിന്റെ അധീനതയിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന മട്ടിൽ ട്രംപ് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ പൊളിച്ചെടുക്കുന്ന വിധത്തിൽ മറുവശത്ത് ഇറാൻ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ വെടിനിർത്തൽ കരാറോ നിലവിലില്ല എന്ന് തെളിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒമാനുമായി ചേർന്നുകൊണ്ട് ഹോർമുസിൽ തങ്ങൾ ടോൾ പിരിക്കാൻ പോവുകയാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം, ഹോർമുസിലൂടെ കപ്പലുകൾക്ക് പോകണമെങ്കിൽ ഇറാന്റെ അനുമതി വേണം, അല്ലെങ്കിൽ ഇറാൻ തീരുമാനിക്കുന്നിടത്താണ് ഹോർമുസ് തുറക്കാൻ പോകുന്നത് എന്ന്. അതായത് ട്രംപ് ഒരു വശത്ത് ഞാൻ ഹോർമുസ് തുറക്കുമെന്ന് പറയുന്നു, മറുവശത്ത് ഇറാൻ പറയുന്നു ഞങ്ങൾ ടോൾ ഏർപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ടോൾ തന്നാൽ ഹോർമുസിലൂടെ പോകാമെന്ന്. ഇതാണ് ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം, അല്ലെങ്കിൽ ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന പടപ്പുറപ്പാടുകൾ, അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഭീഷണികൾ, അതൊക്കെ വെറും വാക്പ്രയോഗങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്, ഹോർമുസിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അത് ആരിലേക്ക് എത്തും എന്നത് സംബന്ധിച്ചുള്ള വടംവലികൾ എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പൊ നോക്കുക, ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ രാത്രികളിൽ ചില നിർണായകമായ ആക്രമണങ്ങൾ നടത്തി. ഏതാണ്ട് 3 തന്ത്രപ്രധാനമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഒന്ന്, കുവൈറ്റിലേക്ക് നടന്ന ആക്രമണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ് എയർപോർട്ടൊക്കെ തകർക്കുന്ന സമയത്ത് ഉണ്ടായ സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് കുവൈറ്റിലേക്ക് നടന്നത്. കുവൈറ്റിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ, അല്ലെങ്കിൽ പുലർച്ചെ സമയമാകുമ്പോൾ വലിയ സ്ഫോടന ശബ്ദം പലയിടങ്ങളിലും കേൾക്കുന്നു. ആ സ്ഫോടന ശബ്ദം ഏതെങ്കിലും തരത്തിൽ മിസൈലുകൾ പ്രയോഗിച്ച് അതെവിടെയെങ്കിലും വീണ് സ്ഫോടനം ഉണ്ടായതല്ല, മറിച്ച് ആ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്തതാണ് എന്ന് കുവൈറ്റിന്റെ ഭരണകൂടം പറയുന്നു. അതായത് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ അത് വലിയ സ്ഫോടന ശബ്ദം ഉണ്ടാക്കുന്നു, സൈറനുകൾ മുഴങ്ങുന്നു, പക്ഷേ അതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള നാശം കുവൈറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ബഹ്റൈനിൽ സ്ഥിതി വിഭിന്നമാണ്. ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്ന് ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം നടത്തി, പലയിടങ്ങളിലും സൈറനുകൾ മുഴങ്ങി. ബഹ്റൈനിൽ പക്ഷേ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അറിവില്ല. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബഹ്റൈൻ ഭരണകൂടം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ അതേസമയം അമേരിക്കയ്ക്ക് ഭയാനകമായ ഒരു തിരിച്ചടി, അതായത് അമേരിക്കൻ പടക്കപ്പലുകൾ ഒമാൻ ഉൾക്കടൽ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി പട്രോളിംഗ് നടത്തുന്നുണ്ട്. പട്രോളിംഗ് എന്നല്ല അതിന് പറയുക, അതൊരു അവസരം കാത്തുള്ള നിൽപ്പാണ്. ഏത് ഘട്ടത്തിൽ ഇറാനിലേക്ക് ആക്രമണം നടത്താം, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കുന്ന വിധത്തിൽ ഹോർമുസിലൂടെ ഒരു കപ്പലെങ്കിലും, ഒരു വാണിജ്യ കപ്പലെങ്കിലും ഈ പടക്കപ്പലുകളുടെ പിന്തുണയോടെ ഇറാന്റെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും. ഹോർമുസിന്റെ നിയന്ത്രണം ഞങ്ങളുടെ പക്കലാണ് എന്ന് ട്രംപിന് മേനി നടിക്കാനും കഴിയും. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ നാണക്കേടിൽ നിന്ന്, തിരിച്ചടികളിൽ നിന്ന് ട്രംപിന് ഇറാന് മേൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുക
ഹോർമുസിലൂടെ ഒരു കപ്പലെങ്കിലും അമേരിക്കയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രൊട്ടക്ഷനോടുകൂടി കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു അവസരം കാത്ത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ പരിക്കേൽപ്പിക്കുക, ഇറാന്റെ ഈ ഹോർമുസുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി അവിടെയുള്ള ഇറാന്റെ ശക്തി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഈ പടക്കപ്പലുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒമാൻ കടലിൽ ഉണ്ടായിരുന്ന രണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരമായി ഇറാൻ വെടിയുതിർക്കുകയും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ കപ്പലുകൾ പിന്തിരിഞ്ഞു പോവുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അതിർത്തി കടന്ന് സമുദ്രാതിർത്തി കടന്ന് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വിവരം. അതായത് അമേരിക്കയ്ക്ക് ഒമാൻ കടലിലോ അല്ലെങ്കിൽ ഹോർമുസ് കടലിന് സമീപത്തോ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നിരന്തരമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതിന് പിന്നാലെ ഈ കപ്പലുകൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകം ഒരു നീക്കം കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാൻ 4 ഡ്രോണുകൾ ഈ കപ്പലുകൾക്ക് നേരെ അയച്ചു. പക്ഷെ അത് ഈ കപ്പലുകളിൽ നിന്നുള്ള ഇന്റർസെപ്റ്ററുകൾ തന്നെ തകർത്തു. ഇറാന്റെ 4 ഡ്രോണുകൾ തകർത്തു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇറാന്റെ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയും 2 ദ്വീപുകൾക്ക് നേരെയും വ്യാപകമായ അമേരിക്കൻ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് ആ വാർത്തകളിൽ പറയുന്നത്. ഏത് തരം സ്ഫോടനമാണ് എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ വലിയ ആക്രമണങ്ങൾ നടന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ചോദിക്കാനായി ഇറാൻ കൂടുതൽ കരുത്തുറ്റ ആക്രമണങ്ങൾ, അതായത് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ ആക്രമണം. ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇന്നലെ ഒമാനിലെ ഒരു പെട്രോ കെമിക്കൽ മേഖലയിലേക്ക്, അത് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്കും ഒരു വലിയ ആക്രമണം ഇറാൻ നടത്തുകയുണ്ടായി. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഓരോ ദിവസവും ആക്രമണങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും കൂട്ടുകയാണ്. അവരങ്ങനെ ചെയ്യുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് അതിരൂക്ഷമാവുകയാണ്. ലെബനനിലേക്ക് കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. ലെബനനിലെ ചില ഗ്രാമങ്ങൾ, ചെറു പട്ടണങ്ങൾ എന്നിവ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെ വ്യാപകമായ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇറാന്റെ മുഖത്തേൽക്കുന്ന അടിയാണ്. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത്, ലെബനനിലെ പ്രബല ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ കുഞ്ഞാണ്. പലസ്തീൻ വിഷയത്തിലടക്കം സജീവമായി ഇടപെടുന്നതിന് വേണ്ടി പശ്ചിമേഷ്യയിൽ ഇറാന്റെ തീവ്രമായ നിലപാടുകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെ ഇറാൻ തന്നെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറാന് കനത്ത പ്രഹരമാണ്. ആ പ്രകോപനത്തെ തുടർന്നാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതും ഈ ചർച്ചകളുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത്, ലെബനന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് വലിയ തോതിൽ ഞങ്ങൾക്ക് പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ പ്രകോപനം അംഗീകരിച്ചു പോകാൻ കഴിയില്ല. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിൽ, ആ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ആക്രമണവും എവിടേക്കും ഉണ്ടാവരുത്. പക്ഷേ ഇവിടെ ലെബനന് നേരെ ആക്രമണം നടത്തുന്നു, ഇറാന്റെ ഡ്രോൺ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ റഡാർ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ തുടരുന്നു. അപ്പോൾ അത് വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് വലിയ തോതിലുള്ള കരാർ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ചർച്ചകൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ വളരെ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഇറാന് ആണവായുധം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് തൻ്റെ നേട്ടമാണ്, താൻ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് അല്ലെങ്കിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താത്തത് എന്നൊരു അവകാശവാദവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. നോക്കുക, ഇറാൻ നേരത്തെ മുതൽ തന്നെ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നടന്ന വാക്പോരുകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആണവായുധമല്ല, ആണവായുധം ഞങ്ങൾക്ക് ആവശ്യമില്ല, ആണവ ബോംബുകൾ ഞങ്ങൾക്ക് നിർമ്മിക്കേണ്ടതില്ല, ഞങ്ങളുടെ ആണവ പ്ലാന്റുകളിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സന്ദർശനം നടത്താം, ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങൾക്ക് ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പലതവണ ഇറാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു, ആണവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു ആണവശക്തിയായ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അതിനിടയിൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയം തട്ടിയെടുക്കാനും അത് മറ്റിടങ്ങളിലേക്ക് മാറ്റാനും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഇല്ലാതാക്കാനും ആണവ പ്ലാന്റുകൾ പൂർണ്ണമായി തകർക്കാനും ഒക്കെ അമേരിക്ക ശ്രമിച്ചിരുന്നു. എല്ലായിടത്തും പരാജയപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞതായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക പറയാണ്, ഞങ്ങൾ കാരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കിയില്ല, അത് ലോക നന്മയ്ക്ക് വേണ്ടി ട്രംപ് നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് എന്നൊക്കെ. അപ്പോൾ
അത്യന്തം അപഹാസ്യമാകുന്ന അവസ്ഥയിലേക്ക്, വല്ലാത്ത തിരിച്ചടികൾ കിട്ടി മടുക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു, ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയും, തീർപ്പുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതേസമയം ട്രംപ് മറുവശത്ത് തനിക്ക് വലിയ തിരക്കൊന്നുമില്ല, ഇറാന് വേണമെങ്കിൽ പ്രശ്നം പരിഹരിക്കട്ടെ, കാലാകാലങ്ങൾ വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കാത്തിരിക്കാൻ താൻ തയ്യാറാണ് എന്ന മട്ടിലൊക്കെ ട്രംപ് വലിയ വിടുവായത്തരം അല്ലെങ്കിൽ വീമ്പ് അടിച്ചു വിടുന്നുമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ കടുപ്പിക്കുക തന്നെയാണ്. ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അമേരിക്കയുടെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യുദ്ധം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നില്ല. ഇനി യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാന്റെ മുഴുവൻ ആവശ്യങ്ങളും അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ നിർണായകമായ ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഗൾഫ് രാജ്യങ്ങളെ ഇത് വല്ലാതെ ബാധിക്കുന്നു. മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക ഉടലെടുക്കുകയാണ്. ഹോർമൂസ് തുറക്കാനുള്ള ശ്രമങ്ങളൊന്നും ലക്ഷ്യം കാണാത്തത് അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോക വ്യാപാര മേഖലയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും ഒക്കെ കനത്ത ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തിരിച്ചടികളും ശക്തമായി കൊണ്ടിരിക്കുകയാണ്.